ഇവർ യുദ്ധത്തിന്റെ ഇരകളായി കൊല്ലപ്പെട്ടവരല്ല. രാജ്യാന്തര സംഘർഷങ്ങളുടെ ഇടയിൽ ജീവൻ പൊലിഞ്ഞവരല്ല. ക്രൈസ്തവരായതിന്റെ പേരിൽ മാത്രം ഫെബ്രുവരി 24 മുതൽ 26 വരെ ദിനങ്ങളിൽ ഫുലാനി തീവ്രവാദികളാൽ നൈജീരിയയിലെ പ്ലാറ്റു സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടവരാണ്. 6 കൗമാരക്കാർ ഉൾപ്പെടെയുള്ളവരാണ് ആരുടെയും സഹതാപമോ പ്രതിഷേധമോ മാധ്യമ ശ്രദ്ധയോ നേടാതെ മൺമറഞ്ഞത്. 19കാരൻ നുഹൈസിയ, 17കാരൻ ഹെൻറീദ, 17കാരൻ മാത്യു സുങ്കോ, 17കാരി നാൻസി മണ്ടെ, 13കാരി താമാർ മണ്ടെ, 10 വയസ്സുകാരൻ ജോഷുവ എൻഗ്വെ. ഇവരുടെ പേര് പറഞ്ഞ് നീതിക്കായി മുറവിളികൾ ഉയരാത്തത് എന്തേ? ക്രൈസ്തവരായതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ പേരുകളെന്തേ വാർത്താമാധ്യമങ്ങളിൽ സഹതാപ തരംഗം നേടിയില്ല? ഇവർക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇവരും അവരുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷയായിരുന്നു. ഇന്നലെ നടന്ന ഇവരുടെ മൃതസംസ്കാര വേളയിലെ ദൃശ്യങ്ങൾ മനസ്സാക്ഷിയിൽ തേങ്ങലുളവാക്കുന്നവയാണ്. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ പീഡനങ്ങൾക്കിരകളാകുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കർത്താവിന്റെ കരുണയിലേക്കും സമാശ്വാസത്തിലേക്കും സമാധാനത്തിലേക്കും സമർപ്പിക്കാം. ലോകം വിസ്മൃതിയിലേക്ക് തള്ളുന്ന ഈ കുഞ്ഞുങ്ങളെ ഓർക്കാനും അവർക്കായി സ്വരമുയർത്താനും നീതി തേടാനും സർവോപരി അവരെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുമുള്ള നമ്മുടെ കടമ മറക്കാതിരിക്കാം.